വീടുകൾക്കകത്താണ് പലരുടെയും കൂടാരങ്ങൾക്കകത്തു നടക്കുന്ന ചിലത് ദൈവം അറിയുന്നു. ഇന്ന് പറയുക, സാത്താൻ്റെ സിംഹാസനങ്ങളെ തകർക്കുന്ന ചില വാഗ്ദത്ത നിവർത്തി ഇന്നത്തെ പ്രാർത്ഥനയിൽ വെളിപ്പെടണം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ചില കൂടാരങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്ന അശുദ്ധ സിംഹാസനങ്ങൾ നിന്റെ കൂടാരത്തിൽ നിന്ന് മറിയാൻ പോവുക. ഞാൻ ഇനി വേദപുസ്തകത്തിൻ്റെ ഒരു വാഗ്ദത്തം കൂടെ പറയാം. ബൈബിള് പറയുന്ന ദൂത് കേട്ട്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലമുള്ള മുന്തിരിവള്ളി, അല്ലാതെ ഈനാമ്പീച്ച് പോലെ ഇരിക്കുമെന്നല്ല. ആണോ? പറ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് എങ്ങനാ? ഫലമുള്ള. അടുത്ത പറ, നിന്റെ മക്കൾ ഒരുത്തം തെക്കോട്ടും മറ്റവൻ വടക്കോട്ടുമല്ല, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. അടുത്ത ഘട്ടം, നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈ പോലെ ഇരിക്കും. നിന്റെ പുത്രിമാർ അരമന മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തൂണ് പോലെ ഇരിക്കും. ഞാനൊരു ദൂത് പറയാം, ചില വീടിനെ അലങ്കരിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നീ പാർക്കുന്നിടത്ത് വ്യാപരിക്കുന്ന ചില സാത്താന്യ സിംഹാസനങ്ങൾ ഇന്നത്തെ ആരാധനയിൽ മറിയുന്ന കാഴ്ച ആത്മാവ് കണ്ടോണ്ടാ ദൂത് പറയുന്നേ. ഞാൻ 2 വെളിപ്പാട് കണ്ടോണ്ടായി ദൂതെടുക്കുന്നേ. അരുതാത്ത ചിലത് നിന്റെ വീട്ടിൽ വരുത്തുവാൻ ചില സാത്താന്യ പദ്ധതികൾ നോക്കുന്നു. 2, നിന്റെ വീട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തിയുടെ പിമ്പിൽ സാത്താന്റെ കൈയുണ്ട്. പക്ഷെ ഇവിടെ നിനക്ക് രക്ഷപ്പെടാൻ ഒരു ദൂത് പറയുക, സകല നാമത്തിലും മേലായ നാമം നീ മുറുക്കി പിടിച്ചോളാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ കൂടാരത്തിനകത്ത് അഴിച്ചുവിട്ട അനർത്ഥങ്ങളുടെ പട്ടിക. ഞാൻ ഒരു വെളിപ്പാടിലൂടെ പറയാ, നടന്നു കഴിഞ്ഞിട്ടല്ല, നടക്കുന്നതിന് മുമ്പ് ചിലതിനൊക്കെ ദൈവം ഇന്ന് തടയിടാൻ പോവുക. ഒന്നുകൂടെ പറയാം, ചില അന്ധകാര മേഖലകൾക്ക് ദൈവം വിലക്കാൻ പോവുക. നിന്റെ കുഞ്ഞിൽ വരുത്താൻ പോകുന്ന വിപത്തിനെ എൻ്റെ ദൈവം വിലക്കാം.